ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞങ്ങൾ ഓണസദ്യ കഴിച്ചിട്ട് നേരെ പോയത് അരൂരുള്ള എൻ്റെ അപ്പയുടെ തറവാട്ട് വീട്ടിലേക്കാണ്. അവിടെ എൻ്റെ അപ്പയുടെ അനിയൻ ജോയ് അങ്കിളിൻ്റെ വീട്ടിലാണ് കല്ലിട്ട പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ വീഡിയോ വരുന്നത് 2 പാർട്ടായിട്ടായിരിക്കും. ആദ്യത്തെ പാർട്ടിലുള്ള വിശേഷങ്ങൾ കണ്ടാലോ. ഇത് ലിനി ആൻറ്റി, ചെറുപ്പത്തിൽ എന്നെ ഒത്തിരി എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ആൻറ്റിയാണ്, എൻ്റെ പ്രിയപ്പെട്ട ആൻറ്റിയാണ്. രണ്ടുപേരും ഇങ്ങോട്ട് തിരിഞ്ഞൊന്ന് നോക്കാവോ. ആരും കൊള്ളത്തില്ലെന്ന്. മിനിയാൻ്റെ പിന്നെ സൂപ്പർ സ്റ്റാർ അല്ലേ, എല്ലാവരും ചോദിക്കുന്നു. കൂടാതെ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ എത്തിയിട്ടുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. കൺവീനറിനോടൊപ്പം നമ്മുടെ വലിയ വിജയ, അതായത് ജോയിയുടെ അപ്പച്ചൻ കൂടി നമ്മുടെ ഈ പതാക ഉയർത്തുന്ന ആ ഒരു ചടങ്ങിലുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇടവകയിൽ 7 മണിക്ക് ആ കതിന പൊട്ടുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ യൂണിറ്റിൽ കൊടി ഉയർത്തേണ്ടതാണ്. 62 യൂണിറ്റിലും നമ്മുടെ അരൂർ ഇടവകയിൽ 62 യൂണിറ്റിലും ഒരേ സമയത്താണ് വിശുദ്ധന്റെ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ പതാക ഉയർത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 2-3 വാക്കുകൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധനെ കുറിച്ച് നമുക്കറിയാം. മനക്കേസ് എന്ന് പറയുന്ന പാഷണതയിലൊക്കെ ജീവിച്ച ഒരു വ്യക്തി, എന്നുവെച്ചാൽ ദൈവത്തിൽ നിന്ന് അകന്ന് ഏറ്റവും അവിശുദ്ധമായ ജീവിതം നയിച്ച ഒരു വ്യക്തി ആയിരുന്നു നമ്മുടെ വിശുദ്ധൻ. സാധാരണ നമുക്കറിയാം, ഒരു വൈദികനാകാൻ ഒരു 25-26 വയസ്സിൽ ഒരു വൈദിക പട്ടം കിട്ടും. അത് അസിസ്റ്റന്റ് വികാരിയാകാം, പിന്നെ വികാരിയായി. ഒരിക്കലും എല്ലാ വൈദികരും ബിഷപ്പായി മാറുന്നില്ല. നമ്മുടെ വിശുദ്ധൻ AD 391 വൈദിക പട്ടം സ്വീകരിച്ചു. 36-ാമത്തെ വയസ്സിൽ. 41-ാമത്തെ വയസ്സിൽ വെറും 5 വർഷം കഴിഞ്ഞപ്പോൾ ബിഷപ്പായ ഒരു വിശുദ്ധൻ. അതിനേക്കാളുപരി സഭയിൽ ആയിരക്കണക്കിന് വിശുദ്ധരുണ്ടെങ്കിലും പാണ്ഡിത്യം, അതായത് പാണ്ഡിത്യം കൊണ്ട് നിറഞ്ഞ, വിജ്ഞാനം കൊണ്ട് നിറഞ്ഞ, വിജ്ഞാനികളിൽ വിജ്ഞാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ പൊസീഡിയസ് എന്ന് പറയുന്ന അതും വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ പൊസീഡിയസ് പറഞ്ഞത് വിജ്ഞാനികളിൽ വിജ്ഞാനി, വിശുദ്ധനിൽ വിശുദ്ധൻ എന്നാണ് പറഞ്ഞത്. അതായത് ശരിക്കും വേദ പാരംഗതന്മാർ എന്ന് പറയുന്നത് തോമസ് അക്വിനാസിനെ പോലെ വിരലിൽ എണ്ണാവുന്നവർ. വിശുദ്ധന്മാർ ആയിരക്കണക്കിന് പേരുണ്ട്. പക്ഷേ സെയിന്റ് അഗസ്റ്റിനോ അതുപോലെ അക്വിനാസിനെ പോലെയുള്ള തോമസ് അക്വിനാസിനെ പോലെയുള്ള വളരെ കുറച്ച് പേര് മാത്രമാണ് നമ്മുടെ തിരുസഭയിൽ വേദപാരംഗതൻ എന്നറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ പാണ്ഡിത്യത്തിൻ്റെ അങ്ങേയറ്റം. 103-ലേറെ ഗ്രന്ഥം രചിച്ച വിശുദ്ധനാണ് നമ്മുടെ വിശുദ്ധൻ. അതുപോലെ ഈ മനക്കേസത്തിനൊക്കെ എതിരായിട്ട് ഏറ്റവും കൂടുതൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചതും തെറ്റിൽ നിന്ന് ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയരുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, വിവാഹം കഴിക്കാതെ തന്നെ ഒരു മകൻ വിശുദ്ധനുണ്ടായിരുന്നു. വിശുദ്ധൻ്റെ നാടകം നമ്മളിവിടെ കണ്ടതാണ്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഉപക്രമം എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട്. നമ്മൾ 7 മണിക്ക് വിശുദ്ധൻ്റെ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് നമുക്ക് പതാക ഉയർത്തേണ്ടതാണ്. ഇടവകയിൽ കതിന പൊട്ടുന്ന സമയത്ത് നമുക്ക് ഈ പതാക ഉയർത്തണം. അപ്പം നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടുകൂടി വല്യപ്പിച്ചയെ ഈ ചടങ്ങിനെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഞാൻ ആ പതാക ഉയർത്താൻ വേണ്ടി ഞാൻ കൂടെ ഉണ്ടാവും. വല്യപ്പിച്ചയായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട പതാക ഉയർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി വല്യപ്പിച്ചയായിരിക്കും. വല്യപ്പിച്ചയെ ഏറ്റവും ആദരവോടുകൂടി ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. മറ്റുള്ളവരെല്ലാം എല്ലാവരും അടുത്ത് നിൽക്കുക, കാണാവുന്ന രീതിയിൽ നിൽക്കുക, റെഡിയായി നിൽക്കുക. 1 മിനിറ്റ് നമ്മുടെ മുമ്പിലുള്ള ഇങ്ങോട്ട് കടന്നു വരിക. അതുപോലെ തന്നെ ഇത് കഴിയുമ്പോഴും നമുക്ക് നൊവേനയുണ്ട്, അതിനുശേഷം കലാപരിപാടികളുണ്ട്, സ്നേഹവിരുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും നമ്മുടെ വിശുദ്ധന്റെ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ജോയിയുടെ വീട് വിശുദ്ധനാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഈ ഭവനത്തിലെ ഈ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ വിശുദ്ധന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തയ്യാറായി നിൽക്കാം. ഇങ്ങനെ വേണ്ടേ? അടക്കം
അവരെ നമ്മുടെ ഈ യൂണിറ്റ് വിശുദ്ധ സിറിലിൻ്റെ പേരിലാണ് നാമധേയത്തിൽ അറിയപ്പെടുന്നത്. അരൂർ ഇടവകയിലെ 38-ാം നമ്പർ കുടുംബ യൂണിറ്റാണ്. ഈ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 37, 38ആയി രണ്ടായി വിഭജിക്കുകയാണ് ചെയ്തത്. 52 കുടുംബങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് 25 ഭവനം ഇവിടെയും 25 ഭവനം 37-ാം കുടുംബ യൂണിറ്റിലും പെടുന്ന 37, 38 അങ്ങനെ രണ്ടായി വിഭജിച്ചു. അപ്പോൾ വളരെ ചെറിയൊരു കുടുംബ യൂണിറ്റാണ് നമ്മുടെ ഈ സെയിൻറ്റ് സിറിൽസ് കുടുംബ യൂണിറ്റ്. അതിൻ്റെ കൺവീനറാണ് ഞാൻ. അതുപോലെ ഇന്ന് തിരുനാൾ ആഘോഷം ഏറ്റെടുത്തിരിക്കുന്ന എൻ്റെ സഹോദരൻ കൂടിയായ ജോയി ഹജാൻജി, അതുപോലെ ഡോറിസ് ആൻറ്റി, എൻ്റെ ആൻറ്റി കൂടിയാണ്. ആൻറ്റി അതിൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾ 9 ഭാരവാഹികളാണ് കുടുംബ യൂണിറ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ സെയിൻറ്റ് അഗസ്റ്റിൻ ഇടവകയിലെ പാസ്റ്റർ കൗൺസിലിലെ അംഗവും ഇടവകയിലെ ജോയിൻറ്റ് കൺവീനർ കൂടിയാണ് ഞാൻ. അതിന് എൻ്റെ കുടുംബ യൂണിറ്റിലെ അംഗങ്ങൾ വളരെ പരിശ്രമിച്ചാണ് അതിൽ തിരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് വിജയിച്ച ആ സ്ഥാനത്തെത്തി. കുടുംബ യൂണിറ്റ് കഴിഞ്ഞ ഒരു 9 വർഷത്തിലേറെയായി ഞാൻ തന്നെയാണ് കൺവീനറായി തുടരുന്നത്. സ്ഥാനം ഒഴിയാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടുത്തെ സമൂഹം അല്ലെ ഇവിടുത്തെ ഇതിലെ അംഗങ്ങൾ മുന്നോട്ട് ഞാൻ തന്നെ നയിക്കണമെന്നൊരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും സന്തോഷപൂർവ്വം അവരുടെ ആ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിലാണ് കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. രോഗികൾക്ക് സഹായം നൽകിക്കൊണ്ടും അതുപോലെ അഗതികളെ സഹായിച്ചുകൊണ്ടുമൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഗതികൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. മാസത്തിലൊരിക്കലാണ് നമ്മൾ നൽകുന്നത്. അത് എൻ്റെ ഈ ചെറിയ കുടുംബ യൂണിറ്റിൽ 26 കുടുംബങ്ങളല്ല, മാക്സിമം 26 കുടുംബം. പക്ഷേ 50-ൽ കുറയാത്ത പൊതിച്ചോറ് നമ്മൾ എല്ലാ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഞങ്ങൾ ഭാരവാഹികൾ മുൻകൈയെടുത്ത് ഓരോ ഭവനത്തിൽ നിന്നും കളക്ട് ചെയ്ത് അത് സാഞ്ചോരം ദേവാലയത്തിൽ എത്തിക്കുകയും ദേവാലയത്തിൽ നിന്ന് ഇടക്കൊച്ചി അക്നാസ് കോളേജിൻ്റെ പ്രദേശത്ത് ഇത് വിതരണം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയുണ്ട്. പുള്ളി കൊച്ചി രൂപതയിലെ ഏറ്റവും നല്ലൊരു പ്രവർത്തകനാണ്. അവിടെ ഞങ്ങൾ ആ ആഹാരം എത്തിച്ചു കൊടുക്കും. എന്തെല്ലാം ആഘോഷമാണേലും അവസാനത്തെ ഞായറാഴ്ച നമ്മുടെ പൊതുചടങ്ങുകളൊക്കെ ഒഴിവാക്കി ആ ഒരു ഉദ്യമം കൃത്യം 12 മണിക്ക് തന്നെ ആഹാരം എത്തിക്കാനുള്ളൊരു പ്രയത്നം നടത്താറുണ്ട്. അതിനും എൻ്റെ കുടുംബ യൂണിറ്റിലെ മുഴുവൻ കുടുംബങ്ങളും ഒരു 90% ഭവനങ്ങളും അതിൽ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ചെറിയ ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാമായി മുന്നോട്ട് കുടുംബ യൂണിറ്റ് പോകുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ജാതിമത ഭേദമന്യേ കുടുംബ യൂണിറ്റിന് ലഭിക്കാറുണ്ട്. അത് ഈ പൊതിച്ചോറ് വിതരണത്തിലും യൂണിറ്റിലെ അംഗങ്ങൾ മാത്രമല്ല അക്രൈസ്തവരായ ആളുകളും അതിൽ പങ്കാളിയാണെന്നുള്ളതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. അവരെ നമ്മളൊന്ന് വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലിടുകയോ ചെയ്താൽ അവരത് അറിഞ്ഞ് കൃത്യമായി 11:45, 12 മണിക്ക് മുമ്പായിട്ട് ആ ആഹാര സാധനം എത്തിച്ചേരാനുള്ള പരിശ്രമം അവർ നടത്താറുണ്ട്. എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു പിന്തുണ ലഭിക്കാറുണ്ട്. ഇന്നത്തെ തിരുനാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കായിക മത്സരത്തിൽ വിജയിച്ച ആളുകളുണ്ട്, അവർക്ക് സമ്മാനദാനമുണ്ട്. അതിനേക്കാൾ ഉപരി കലാമത്സരങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് തിരുവോണം കൂടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തിരുവാതിരകളി, ചെറിയ കുട്ടികളുടെ നൃത്യങ്ങളുണ്ട്, സ്കിറ്റുണ്ട്, അങ്ങനെ ചില ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരുവോണത്തിൻ്റെ കൂടി ആഘോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷം തുടങ്ങി ഇന്ന് തിരുവോണത്തിന് നല്ല രീതിയിൽ കുടുംബ യൂണിറ്റിലെ കൂട്ടായ്മ, അതിൽ മുഴുവൻ പേരുടെയും പങ്കാളിത്തവും അവരുടെ അകമഴിഞ്ഞ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആഘോഷങ്ങൾ തുടങ്ങി വിശുദ്ധൻ്റെ നൊവേന കഴിഞ്ഞാൽ ഉടനെ കലാമത്സരങ്ങളും കായിക മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നിർവഹിക്കുന്നതാണ്. ഏവരെയും ബന്ധുമിത്രാദികളെയും കുടുംബ യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളെയും നമ്മുടെ സമീപത്തുള്ള നമ്മുടെ മിത്രങ്ങളെയും ഒക്കെ ഈ യൂണിറ്റിലെ ആഘോഷത്തിലേക്ക് ഏറ്റവും ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അപ്പൊ സുഖമല്ലോ കളി. ഏയ് കൈകൊട്ട് പെണ്ണേ കൈകൊട്ട് പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്
കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്ക് മാറ്റുന്നോട്ടുണ്ടായ കല്യാണം. കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്ക് മാറ്റുന്നോട്ടുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേട്ടൻ്റെ തപ്പ് വേണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേട്ടൻ്റെ തപ്പ് വേണം. उनको कहती सुपरमैन ऑन कर लो हैंडीकैप for the am to be here my director's of his fan तेनों मैं लव करदा बिन मतलब लव करदा बाहों में आ सोने बस आते रात के लिए सब तब से आता सब तो हो जाए फिदा बाहों में आ सोने बस आते रात के लिए सुबह होना ना दे साथ सोना ना दे एक दूसरे को हम सोना ना दे तू मेरा हीरो ओ ओ ओ हो ओ हो ओ तू मेरा हीरो ओ ओ होना ना दे साथ सोना ना दे एक दूसरे को हम सोना ना दे तू मेरा हीरो आ हीरो आ हीरो बबूर मत हीरो മാർട്ടിനച്ഛനെയും നമ്മുടെ ബ്ലോക്കിന്റെ ആനിമേറ്റർ വാസചേട്ടനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മുടെ 38-ാം കുടുംബത്തിലെ കല്ലിട്ട് തിരുനാൾ ചടങ്ങിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞങ്ങളങ്ങ് 31 യൂണിറ്റ് തുടങ്ങി ഓടി വരുവാണ്. 38-ല് സമാപനത്തിൻ്റെ നിമിഷത്തിലാണ്. ഏറെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ വാർഷിക ആഘോഷത്തിൽ പങ്കുകൊള്ളുന്നതിനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുറിച്ച് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ ആശീർവാദം തന്നിട്ട് പോവാം. മാർട്ടിനച്ഛനും സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച വാവച്ചേട്ടനും 38-ാം കുടുംബത്തിലെ മുഴുവൻ ഭാരവാഹികളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു.